സ്റ്റെനോസ്റ്റയിലെ ബ്രൂം എന്ന സ്ഥലത്തിന്റെ കാഴ്ചയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡം ഇന്ത്യയുടെ 3 ഇരട്ടി വലിപ്പമുള്ള, അതോടൊപ്പം ഭൂഖണ്ഡത്തോടൊപ്പം ഒറ്റ രാജ്യം കൂടിയാണ്. അവിടുത്തെ വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്ന സ്ഥലത്തെ ബ്രൂം എന്ന ഒരു റീജനുണ്ട്. ആ റീജനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്രൂം ഒരു ചെറിയ ടൗണാണ്. കിംബേർലി റീജിയനിൽ ഉള്ള ഒരു ടൗൺ. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബീച്ചാണ്. ഈ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൗൺ ബീച്ചാണ്. ഇവിടുത്തെ മണ്ണ് ചുവന്ന മണ്ണാണ്. അയണിന്റെ അംശം കൂടുതലുള്ളതുകൊണ്ട് ഈ മണ്ണ് ചുവന്നിരിക്കുന്നത്. അതോടൊപ്പം ഇവിടുത്തെ പാറ കണ്ടാൽ ചുവന്നിരിക്കുമെങ്കിലും നല്ല ഹാർഡായ പാറയാണ്. ബീച്ച് സൺസെറ്റും ബീച്ചിന്റെ മനോഹാരിതയൊക്കെ ആസ്വദിക്കാനാണ് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത്. ആകാശ കാഴ്ച ബീച്ചിൻ്റെത് അതിമനോഹരമാണ്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം അത് കാണാൻ സാധിക്കും. കഴിഞ്ഞ ആകാശയാത്രയുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടു നോക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ബീച്ച്. പെർത്ത് സിറ്റിയിൽ നിന്ന് 2600 കിലോമീറ്റർ ദൂരം ആണ് ഈ ബ്രൂം എന്ന് പറയുന്ന സ്ഥലം. ഇവിടുത്തെ പോപ്പുലർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബീച്ച് തന്നെയാണ്. കേബിൾ ബീച്ചാണ് പ്രധാനം. നല്ല സൺസെറ്റ് അവിടെ നിന്ന് കാണാൻ കഴിയും. വൈറ്റ് സാൻഡും ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും ഈ ബീച്ചിൻ്റെയൊക്കെ പ്രത്യേകതയാണ്. ഒരു ചെറിയ പട്ടണം, ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു ടൗണുണ്ട്. ധാരാളം ചൈനക്കാരും അവരുടെ കമ്പോളവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടൗണിനെ ഇപ്പോൾ ചൈന ടൗൺ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏകദേശം കാലാവസ്ഥയൊക്കെയാണ് ഇവിടെ ഉള്ളത്. തെങ്ങ്, വാളംപുളി, മാവ് ഇതൊക്കെ കേരളത്തിൽ വളരുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. തെങ്ങൊക്കെ കാഴ്ച വസ്തുവായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. തേങ്ങ ഒക്കെ മലയാളികൾ ആരെങ്കിലും ഉപയോഗിച്ചെങ്കിലേ ഉള്ളൂ. അങ്ങനെ മനോഹരമായ ബ്രൂം എന്ന ഈ പ്രദേശത്തിൻ്റെ കാഴ്ചകളാണ് തുടർ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ടൗൺ ബീച്ചിൻ്റെ പ്രത്യേകതയാണ്. ടൗൺ ബീച്ചാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എല്ലാവരും കാണുക. തുടർന്ന് ബ്രൂമിൽ നിന്ന് പെർത്ത് വരെയുള്ള കാർമാർഗമുള്ള യാത്രയുടെ വീഡിയോകൾ തുടർ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ആകാശക്കാഴ്ച കാണാനായിട്ട് ഇവിടെ ഹെലികോപ്റ്റർ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. $2000 അതിൻ്റെ റേറ്റ്. അത് മനോഹരമായ ഒരു കാഴ്ചയാണ്. ആ ബീച്ചും കടലും എല്ലാം കൂടെ ആകാശത്ത് നിന്ന് കാണുന്ന ഒരു പ്രത്യേക ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. അത് ധാരാളം ടൂറിസ്റ്റുകളിലൊക്കെ വരാറുണ്ട്. പേൾ ഫാമിങ് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. സൺസെറ്റ് ഒരു പ്രത്യേകതയാണ്. ചെറിയൊരു പട്ടണമാണ്. ഒരു യൂണിവേഴ്സിറ്റി, സ്കൂളുകൾ, ഹോസ്പിറ്റല് ഒക്കെയുള്ള ഒരു ചെറിയ പട്ടണം.
അങ്ങനെ ഈ വീഡിയോയും തുടർന്നുള്ള വീഡിയോയും കണ്ടു നോക്കുക. റൂം മുതൽ പെർത്ത് വരെയുള്ള യാത്രയിലെ കാഴ്ചകളൊക്കെ തുടർ വീഡിയോയിൽ കാണാൻ കഴിയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അടുത്ത വീഡിയോയിൽ കേബിൾ ബീച്ചും അതിൻ്റെ പ്രത്യേകതകളുമാണ് കാണിക്കുന്നത്. അവിടെ ക്യാമൽ റൈഡുണ്ട്. നല്ല സാൻഡുള്ള നല്ല സൺസെറ്റുള്ള ബീച്ച് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്തർദേശീയ തലത്തിലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ടെങ്കിലേ അന്തർദേശീയ തലത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ തന്ന എല്ലാ സഹായത്തിനും നന്ദി.
അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ എത്തും വരെ താങ്ക് യു ഫോർ വാച്ചിങ്.